സുംബ ഡാൻസ് കുട്ടികൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ട്, അതുപോലെ തന്നെ മെന്റൽ ആൻഡ് ഇമോഷണൽ ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ട്, അതുപോലെ തന്നെ അക്കാദമിക് പെർഫോമൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മൾക്കറിയാം ഈ കുട്ടികൾക്ക് സ്ട്രെസ് കൂടുതലാണ്. പലപ്പോഴും പല രീതിയിലായിട്ട് കുട്ടികൾ സ്ട്രെസ് വരുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ അക്കാദമിക് ലെവലിലെ സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി നിന്നുണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രെസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പോലും അത് അവരെ സ്ട്രെസ് ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കുട്ടികളെ ഈ സുംബ ഡാൻസ് സഹായിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഇതിന്റെ റിതമും അതുപോലെ തന്നെ ഇതിന്റെ എനർജറ്റിക് ആയിട്ടുള്ള എക്സസൈസും അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുട്ടികളുടെ ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷീണ അവസ്ഥ, മാനസികമായിട്ടുള്ള ഒരു തളർച്ച, അത് ശരീരത്തിന്റെയും തളർച്ചയായി മാറുന്ന ഒരു അവസ്ഥകളുണ്ട് കുട്ടികളിൽ. ആ ഒരു അവസ്ഥകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതൊരു ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തു പോകുന്ന സമയത്ത്, റെഗുലർലി ഇങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് സഹായിക്കുന്നു. ടൈം മാനേജ്മെന്റിന് സഹായിക്കുന്നു. കൂടാതെ ഇവരുടെ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ബോഡി കോർഡിനേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അറിയാം നമ്മൾക്ക് ഈ ഒരു എക്സസൈസ് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നല്ല ഫോക്കസ് ആൻഡ് അറ്റൻഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ ക്ലാസ്സിൽ കുറേയും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും, കുറേയും കൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അവർ പഠനവുമായി ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു രീതിയിലോട്ടേക്ക് പോകുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ അത്തരം കുട്ടികൾ വീട്ടിൽ പോയി ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് തന്നെ കേട്ടും കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് മനസ്സിലാക്കാനും പഠിച്ച് മുന്നോട്ട് പോകാനും അങ്ങനെ പഠനവുമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൂടുതൽ പഠന കാര്യങ്ങളിലൊക്കെ ഇൻവോൾവഡ് ആയി അക്കാദമിക്കൽ പെർഫോമൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികൾക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സംഭവം സുംബ ഡാൻസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മെമ്മറി, കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ? അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു ടീം വർക്ക് ബിൽഡ് ചെയ്യാനും, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസിന് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾക്കറിയാം പല കുട്ടികളും ആ 4 ക്ലാസ് കഴിഞ്ഞാൽ, സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ ഡിവൈസസിലേക്കാണ് അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായി ഇങ്ങനെയും ഒരു ഫോർമാറ്റിലൊക്കെ സുംബ ഡാൻസ് പോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ടു തുടങ്ങും എന്നുള്ളതാണ്. അപ്പം അവർ അതിനനുസരിച്ചുള്ള സ്പോർട്സും കാര്യങ്ങളൊക്കെ പിന്നെ അവർ ആഡ് ഓൺ ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു ലൈഫ് സ്പാൻ ആൻഡ് പാറ്റേൺ ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി ബെനിഫിറ്റുകൾ സുംബ ഡാൻസിനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാണ്, അവർക്ക് ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ് നന്നായിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ബെനിഫിറ്റ് കുട്ടികളിലുണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസ്, അക്കാദമിക്കൽ പെർഫോമൻസും ലൈഫ് സ്റ്റൈലിലും നല്ല ബെനിഫിറ്റ് ഉണ്ട്, അല്ലെ? പിന്നെ എന്ത് വേണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം? ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ? അപ്പം കണ്ടെടുത്തോളം ബെനിഫിറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും ഒക്കെ അറിയിക്കുക നിങ്ങളും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്. താങ്ക് യു എവ്രിവൺ.